ഇന്ത്യൻ തൊഴിൽ കേന്ദ്രീകൃത കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് സീറോ ഡ്യൂട്ടി പ്രവേശനം വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യ ഒമാൻ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മസ്കറ്റ് സന്ദർശന വേളയിലാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഇരു രാജ്യങ്ങളും ചേർന്നുള്ള ഈ കരാർ ഏറെ പ്രസക്തമാണ്. US-ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഒമാൻ CEPA പ്രാബല്യത്തിൽ വരുന്നത്. തന്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ ഊർജ ഇടനാഴിയിലൂടെയാണ് ആഗോള ദൈനംദിന എണ്ണ ഉപഭോഗത്തിന്റെ 5/1 ആഗോള സമുദ്രമാർഗ എണ്ണ വ്യാപാരത്തിന്റെ 25% വിനിമയം ചെയ്യപ്പെടുന്നത്. ഒമാന്റെ ഭൗമപരമായ സ്ഥാനമാണ് കരാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഹോർമൂസിൽ ഇറാന്റെ പിടിമുറുക്കൽ സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെയും LPGയുടെയും വരവിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അസംസ്കൃത എണ്ണയുടെ വിലയിൽ വർധനവിന് കാരണമായി. എന്നാൽ ഒമാന്റെ തീരപ്രദേശത്തിന്റെ ഭൂരിഭാഗവും ഹോർമൂസ് കടലിടുക്കിന് പുറത്താണ്. അതിനാൽ ഒമാന്റെ സലാല, ദുഖം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങൾ വഴി പശ്ചിമേഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കാൻ സാധിക്കും. ഇതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിക്ഷേപവും തൊഴിലവസരങ്ങളും വർദ്ധിക്കുന്നു. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ ആശ്രയിക്കുന്ന മിക്ക ഗൾഫ് രാജ്യങ്ങൾ പോലെയല്ല ഒമാൻ. ഒമാൻ തീരപ്രദേശത്തിന്റെ ഭൂരിഭാഗവും കടലിടുക്കിന് പുറത്താണ്. അറേബ്യൻ കടലിലും ഒമാൻ ഉൾക്കടലിനുമാണ് പ്രധാന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി 2025 ഏപ്രിലിലെ $15 ബില്യൺ നിന്നും 2026 ഏപ്രിലിൽ $9.8 ബില്യൺ കുത്തനെ ഇടിഞ്ഞു. ഇതോടൊപ്പം ഈ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി $4.4 ബില്യൺ നിന്ന് $2.7 ബില്യൺ കുറഞ്ഞു. എന്നാൽ ഈ ഇടിവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മുന്നേറ്റമാണ് ഒമാൻ നടത്തിയത്. ഒമാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയിൽ 246.4% വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. അസംസ്കൃത എണ്ണയുടെയും യൂറിയയുടെയും ഇറക്കുമതി കൂടിയതാണ് ഇതിന് കാരണമായത്. ഇതോടെ ഒമാനിൽ നിന്നുള്ള ഇറക്കുമതി $430 മില്യൺ നിന്നും ഏകദേശം $1.5 ബില്യൺ ഉയർന്നു. പുതിയ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള 98.08% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിൽ 100% നികുതിരഹിത വിപണി ലഭിക്കും. നിലവിൽ 5% ഇറക്കുമതി തീരുവ നേരിടുന്ന ടെക്സ്റ്റൈൽസ്, കാർഷിക ഉൽപ്പന്നങ്ങൾ, വാഹനങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്, രത്നങ്ങളും ആഭരണങ്ങളും, മരുന്നുകൾ, വാക്സിനുകൾ തുടങ്ങിയ മേഖലകൾക്ക് ഇത് ആഗോള വിപണിയിൽ വലിയ മത്സരശേഷി നൽകും. കരാർ നിലവിൽ വരുന്ന ആദ്യ ദിവസം മുതൽ തന്നെ ഈ ആനുകൂല്യം ലഭ്യമായി തുടങ്ങും. കൂടാതെ പ്രകൃതിദത്ത തേൻ, അണ്ടിപ്പരിപ്പ്, ഉരുളക്കിഴങ്ങ്, ഇറച്ചി, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയും നികുതിയില്ലാതെ ഒമാനിലേക്ക് കയറ്റി അയക്കാനും സാധിക്കും. നിലവിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഒമാനിൽ 5 മുതൽ 100% വരെ നികുതിയുണ്ട്. പകരമായി ഒമാനിൽ നിന്നുള്ള ഈത്തപ്പഴം ഇന്ത്യൻ വിപണിയിൽ വില കുറച്ച് ലഭ്യമാകും. പ്രതിവർഷം 2000 ടൺ ഒമാനി ഈത്തപ്പഴത്തിന് ഇന്ത്യ നികുതി ഇളവ് നൽകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇരുമ്പുരുക്ക്, അലൂമിനിയം, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, മെഷീനറികൾ എന്നിവയുടെ കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകും. 2026 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം ഒമാനിലേക്കുള്ള ഇന്ത്യയുടെ ആകെ കയറ്റുമതി ഏകദേശം $3.64 ബില്യൺ ആണ്. ഇതിൽ പെട്രോൾ, നാഫ്ത തുടങ്ങിയ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും മുന്നിലുള്ളത്. തൊട്ടു പിന്നാലെ കാൽസിഡൻസ്, അലൂമിന, ഇരുമ്പുരുക്ക ഉൽപ്പന്നങ്ങൾ, യന്ത്രസാമഗ്രികൾ, അരി എന്നിവയും ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 80% അധികം കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് മുൻപ് തന്നെ ഒമാനിൽ 5% കുറഞ്ഞ ശരാശരി നികുതി മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും ചില പ്രത്യേക ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി ചുങ്കം 100% വരെ ഉയർന്നതായിരുന്നു. ഇതിനകം ഇന്ത്യയിലേക്ക് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന ഊർജ്ജം, വളം, വ്യവസായ ആവശ്യങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയ മേഖലകളിലാണ് ഒമാന്റെ നേട്ടങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ കരാർ പ്രകാരം ഇന്ത്യ തങ്ങളുടെ 78% താരിഫ് ലൈനുകളിലെ നികുതി പൂർണ്ണമായി ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. കണക്കുകൾ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ഒമാനിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് $7.2 ബില്യൺ ഉൽപ്പന്നങ്ങളാണ്. ഇതിൽ അസംസ്കൃത എണ്ണ, ദ്രവീകൃത പ്രകൃതിവാതകം അഥവാ LNG, വളങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഉള്ളത്. വ്യവസായ ആവശ്യങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ പ്രധാന സ്രോതസ് കൂടിയായ ഒമാനിൽ നിന്ന് $465 മില്യൺ മെഥനോളും $424 മില്യൺ അമോണിയയും ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഒമാനിലെ പ്രധാന സേവന മേഖലകളിൽ 100% വിദേശ നിക്ഷേപത്തിനുള്ള അവസരവും ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കും. കരാർ അടിസ്ഥാനത്തിൽ സേവനം നൽകാൻ ഒമാനിലേക്ക് പോകുന്ന വിദഗ്ധർക്ക് അവിടെ താമസിക്കുന്നതിനുള്ള കാലാവധി 2 വർഷമായി വർദ്ധിപ്പിക്കും. അതിനുശേഷം 2 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടാനും വ്യവസ്ഥയുണ്ട്. നിലവിൽ ഇത് 90 ദിവസമാണ്. IT വിദഗ്ധർ, കൺസൾട്ടന്റ്, അധ്യാപകർ, ഡോക്ടർമാർ, ഗവേഷകർ തുടങ്ങിയവർക്ക് പ്രയോജനം ലഭിക്കും. ഒമാനിൽ നിക്ഷേപിക്കാൻ ഒരു
ഒരുങ്ങുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ ഇന്ത്യക്കാരെ ജോലിക്ക് നിയോഗിക്കാനുള്ള അവസരവും പുതിയ കരാർ വഴി ലഭ്യമാകും. ഇന്ത്യൻ കമ്പനിയുടെ 20% ജീവനക്കാരെ മാത്രമേ അതേ കമ്പനിയുടെ ഒമാൻ ശാഖയിലേക്ക് മാറ്റാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത് 50% വർദ്ധിപ്പിക്കും. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും അസ്ഥിരതകളും ഉണ്ടാകുമ്പോഴും ഇന്ത്യയുടെ വിശ്വസനീയമായ വ്യാപാര ഊർജ്ജ കവാടമായി പ്രവർത്തിക്കാൻ ഒമാന് ഈ കരാറിലൂടെ സാധിക്കും. കയറ്റുമതി വർധനവിനും ഉഭയകക്ഷി വ്യാപാരത്തിനും ഇത് വലിയ കുതിപ്പേകും.